എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഈ ഒരളവ് കപ്പിൽ 3 കപ്പ് റാഗിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് എത്രത്തോളം വെള്ളം ആയി എന്ന് ഞാൻ പറയാം. റാഗിപ്പൊടിയിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഏകദേശം നല്ല 1 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി നോക്കിയതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1.25 കപ്പ് തിളച്ച വെള്ളം ഈ റാഗിപ്പൊടി കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോൾ മയത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാം. അതുവരെ ഇതൊന്ന് മൂടി വെച്ചേക്കാം. ഇവിടെ നമ്മുടെ റാഗിപ്പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇടിയപ്പങ്ങളായിട്ട് ഉണ്ടാക്കിയിടാം. ഇവിടെ നമ്മുടെ റാഗി ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തണുത്തിട്ട് ഇത് കാസറോളിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. റാഗി ഇടിയപ്പം വളരെ പോഷക ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്